കാര്യം അറിഞ്ഞോ? അത്രാം കണ്ട് ക്ലോസ് ആയി. എപ്പോ? ഇന്ന് വെളുപ്പിന് 3 മണി. അയ്യോ കഷ്ടം. എന്ത് കഷ്ടം? അവൻ ചാവാനുള്ളവൻ തന്നെ. എങ്കിൽ പിന്നെ ഇനി കുഞ്ഞത്തിന് തൂക്കുവരം തന്നെ. താൻ കണ്ടോ ചാവണത്? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പൊ ചത്ത് കാണും. ഞാനിപ്പൊ അത്രാം കണ്ണുമായിട്ട് സംസാരിച്ചിട്ട് വരിക. ചുമ്മാതെ ഇറങ്ങി തിരിച്ചോളാം നേരം വെളുക്കുമ്പോഴേ. കൊതിയും നുണയും പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാം. ഇയാള് വലിയൊരാള്. ചുമ്മാ കടയിൽ നിന്നേ ഇല്ലാത്ത വർത്താനൊന്നും പറയരുത് കേട്ടോ ശിവശങ്കര. അയ്യോ, കാണുന്നില്ലല്ലോ. എന്താ ഈ കട്ടിലിൽ കിടന്ന ആളിവിടെ? അയാളുടെ കാര്യം ഒന്നും പറയണ്ട. നേരം വെളുത്തപ്പോ ആളെ കാണാനേ സ്റ്റിച്ചസ് പോലും എടുക്കാതെയാണ് ഓടിക്കളഞ്ഞത്. ആരെയാ കാച്ചു കളയുണ്ടെന്നല്ല ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. അതാ അവൻ വരണം. ഓണതെ അവ ഇവിടെ അങ്ങനെ വന്ന ആര്? നമ്മളെ കുത്തിയ പന്നി കുഞ്ഞച്ചൻ. ഇല്ലല്ലോ. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നോ ഒളിവിലാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ, അവനെ നമ്മളെ കണ്ടുപിടിച്ചോളാം. ആരാണത്? എന്താ അവിടെ പതുങ്ങിയിരിക്കണത്? ഇറങ്ങി പാടി വെളിയില്. മുതലാളി, ഞാൻ വിചാരിച്ച് ചത്തിരിക്കുമെന്നല്ലേ? ഇല്ലടി, അവനെയും കൊന്നിട്ട് ഞാൻ ചാവുള്ളു. എവിടെയാ? അയ്യോ മുതലാളി, എനിക്ക് അറിഞ്ഞൂടാ മുതലാളി, അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടല്ലടി? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ മുതലാളി. അയ്യോ, ഞാൻ സത്യം പറയണം. അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ട് വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വല്യേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ആ, ഓക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ. എന്റെ വെള്ളാരി ഭഗവതി, ഈ കിടപ്പ് കണ്ടോ? അയ്യോ, ഇത് ഞാനാണ്. എന്നെ കണ്ണു തുറന്ന് ഒന്ന് നോക്കണം. എന്നെ അറിയില്ലേ?
മനുഷ്യന്റെ ഭാര്യയാണോ? ഏതായാലും അങ്ങോട്ട് മാറി നിൽക്കണം. അവളും പോയാ എന്നാരോ പറയണ കേട്ടു. പറയണ കേട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ അവളവിടെ പോയെന്ന്? അറിയാമായിരിക്കും മുതലാളി. ഇവരൊക്കെ ഒരു കെട്ടാണ്. നീ ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വാക്ക് പറയാതമ്മു. എന്റെ കണ്ണു ദൃഷ്ടിയാണ്. ഈ ഇരിക്കണ തറവാടിനാണ് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ വായിക്കൊരു സത്യമായിട്ട് എനിക്കും അറിഞ്ഞുകൂടെ മുതലാളി? ആരും അറിയണ്ട. കർത്താവേ, ഈ കൈയും വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതും ഇതും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കൈ മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. വേല ചെയ്യാൻ എനിക്കൊട്ട് മടിയുമില്ല. എങ്കിലും ചെല്ലമ്മേ, നീ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്കും കൂടി ചോറ് തരണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. നമുക്കിപ്പോ മക്കളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ. ഒരാളുടെ വയറിന്റെ കാര്യമല്ലയോ. അപ്പോ കുറെ കഴിഞ്ഞ് 2-3 വയറ് കൂടി ആയാലോ? അപ്പം ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ നിമിത്തം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം കണ്ണീര് കുടിച്ചു. എന്തൊരു പാപിയാണ് ഞാൻ. കഴിഞ്ഞതെല്ലാം വിചാരിച്ച് മനസ്താപിക്കുന്നത് എന്തിനാണ്? എന്നെ കൂടെ കരയിപ്പിക്കാനോ? അയ്യോ, എന്നെ കൊണ്ട് എനിക്കറിയാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായി കഴിയാം. എനിക്ക് മതി. ശകലം കൂടി. അരച്ചക്രത്തിന് പൊരിയുണ്ട. നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഓ, എന്തൊരു വയറ്റുവേദന. വേദനിക്കട്ടെ. വേണ്ടാത്ത ദുശീലങ്ങളെല്ലാം ചെറുതിനെ ശീലിച്ചത് കൊണ്ടല്ലയോ? നീ അത് വാങ്ങിച്ചില്ലയോ? എന്തൊരു? ഓ, ഇങ്ങോട്ട് തരണമെങ്കിൽ താ. പിന്നെ കാര്യമൊക്കെ ശരി. ഇന്നാളത്തെ പോലെ ഇതും കുടിച്ചോണ്ട് ഇവിടെ കിടന്ന് ബഹളമൊന്നും കൂട്ടരുത്.
ഏയ് ചെല്ലമ്മ, എന്ത് വേണോ? എരിയുള്ള കൂട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തേ. അരയ്ക്കുന്നതേ ഉള്ളൂ. നിന്റെ ഒരു അരപ്പ്. ആ, എല്ലാം ഞാൻ തീർത്തേക്കാം. ആ തുലുക്കനോടെ കൊഞ്ചിയും കൊഴഞ്ഞും നടന്നിട്ടല്ലേടി എനിക്ക് നേരത്തും കാലത്തും ഒന്നും വേഗിച്ച് തരാൻ പറ്റാത്തത്? എന്താണ് നിന്റെ താക്ക് താണുപോയ? വെണി തൊട്ട് നാക്കി വെക്കും. വേണമെങ്കിൽ അല്ലേടി നീ വേല ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ചോറ് തരുന്നതിന്റെ അഹംഭാവം അല്ലേടി കാണിച്ചത്? എന്തൊരു വേണം പറഞ്ഞോളൂ. അയ്യോ, കണ്ണു തുറക്കി, കണ്ണു തുറക്കി എന്റെ പൊന്നെ. നിന്റെ വേലയൊന്നും എടുത്ത് വേണ്ട. ഇന്നലത്തെ പോലെ കാശിലെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അല്ലേ? എവിടെ തന്റെ എടി ആരെന്ന് ഒന്ന് ചുമ്മാ ഇടി. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അവനിങ്ങ് വരട്ടെ. ഒന്നും ചെയ്യണ്ട. അവനെന്നെ കുത്തിക്കൊല്ലണം. അതല്ലേ നിന്റെ ആവശ്യം? ആരെയും കൊല്ലണ്ട. ഓയ് വീട്ടാരെ, ഇവിടെ ആരും ഇല്ലേ? അയ്യോ, ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ തരാൻ. ഞങ്ങള് പിച്ചയ്ക്ക് വന്നതല്ല. അയ്യോ, അറിഞ്ഞില്ല. നിങ്ങള് പിന്നെ ആര്? എവിടെന്ന് പറയണത്? ഒത്തിരി വടക്കുന്ന. ഈ കൊച്ചുകളുടെ തന്ത ജീവിച്ചിരിപ്പില്ലയോ? ഉണ്ട്. എന്നെ തേടി ഇവിടെ വരാൻ നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പിന്നെ എവിടെ പോകും? നീ ഇവിടെയും എനിക്ക് സ്വയം തരത്തില്ല, ചുടുകാട്ടിൽ പോയാലും സ്വയം തരത്തില്ല അല്ലേ? ഞാൻ ഈ കുട്ടികളും പെരുവഴിയിൽ തണ്ടി നടന്നാൽ ഒരു സ്വൈര്യക്കേടില്ല നിങ്ങൾക്കല്ലേ? എടി, നിന്നോട് മര്യാദയ്ക്ക് പുറത്തു പോകാനാണ് പറഞ്ഞത്. ഓ, എന്തൊരു ശല്യമാടാ ഇത്. നീ മര്യാദയ്ക്ക് പോകുന്നോ അതോ അടിച്ചിറക്കണോ? ചെലമ്മ, നിങ്ങൾ രണ്ടിനെയും കൊല്ല്. തന്തയുടെ കൈകൊണ്ട് എന്നെ ചാകട്ടെ, എന്നിട്ട് എന്നെ അടുത്തറിയിക്കോ. ചെല്ലമ്മ, ആ ചൂലിങ്ങെടുക്ക്. നീ തന്നെ അവളെ അടിച്ചിറക്ക്. ഓ, എന്തൊരു ശല്യമാടാ ഇത്. ചെല്ലമ്മ, ഇത് എന്റെ വീടാണ്. ഞാനാണ് ഇവിടെ ചെലവ് നടത്തുന്നത്. അടിച്ചിറക്കേണ്ടത് ഞാനാണ്. നിങ്ങളകത്ത് പോ.
അറിയാമടി, അറിയാം. എല്ലാ അവളുമാരെയും എനിക്കറിയാം. നിന്റെ ഒരു വീട്. ആ അകത്ത് വാ. വരി. മാനം മര്യാദയ്ക്ക് നടന്ന എന്റെ ഇടവലം തിരിയാൻ സമ്മതിക്കാൻ പിന്നാലെ നടന്ന് സ്തുതിവചനം പറഞ്ഞു മയക്കി. ഞാൻ പൊക്കോളാം. ചെല്ലമ്മയ്ക്ക് ഞാൻ കാറ്റും വിഷമുണ്ടാകും. അമ്മച്ചിക്ക് അപ്പച്ചനും ഇഷ്ടമുണ്ടായിട്ടല്ല, കരഞ്ഞ് കാലി വീണ് ഞാൻ സമ്മതിപ്പിച്ചതാണ്. തിരുസന്നിധി വെച്ച് സത്യവാചകം ചൊല്ലി കഴുത്തി താലി കിട്ടിയ ഞാൻ എന്ത് പഴച്ചു.